Welcome back to Jokuta. നമ്മളിന്ന് എവിടേക്കാ പോണേ? ഏത് സിനിമയാ? കാതല. ഐ ആം കാതലനോ? അതെവിടെ നിന്ന് കിട്ടി നിനക്ക്? സൂക്ഷ്മദർശിനി. ജെന്റിനിയോ? ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒന്നുമില്ലടാ, വണ്ടി ബ്രേക്ക് ഇട്ടതാ. ആ, അപ്പോൾ നമ്മൾ സൂക്ഷ്മദർശിനി മൂവി കാണാൻ പോവുകയാണ്. നമ്മൾ പോകുന്നത് റിക്കാട്ടൻ മാളിലാണ്. ഇന്ന് ഏകദേശം ഒരു 9 മണി വരെയൊക്കെ മോളുണ്ട്. ആക്ച്വലി തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ 9 മണി വരെ മോളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 5 മണിക്ക് എല്ലാ ഷോപ്പും അടയ്ക്കും ഇവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു അല്പം 9:10 പടം തുടങ്ങുന്നത്. നമ്മളല്പം നേരത്തെ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോണിന് എന്തായാലും 9 മണിക്കല്ലേ ഷോപ്പ് അടയ്ക്കുള്ളൂ. അപ്പോൾ ജോണിന് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പുള്ളിക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്. അതായത് അങ്ങനെ കഴിക്കുമ്പോഴാണ് തീശ എന്തെങ്കിലുമൊക്കെ അവൻ്റെ വയറ്റിലേക്ക് ചെല്ലുന്നത്. എന്നും മേടിച്ചു കൊടുക്കാറൊന്നുമില്ല. അങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന പ്ലാനിലാണ് പോകുന്നത്. പിന്നെ എന്തായാലും അവിടെ ചെന്നിട്ട് ഈ പടത്തെ പറ്റിയിട്ട് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊന്നും ഇത് കണ്ടില്ല. പക്ഷെ എനിക്ക് ബേസിലിൻ്റെയും പിന്നെ അതേമാതിരി തന്നെ നസ്രിയേൻ്റെയും ഇൻ്റർവ്യൂസ് ഞാനിങ്ങനെ രണ്ടോ മൂന്നോ ഇൻ്റർവ്യൂസ് ഞാനിങ്ങനെ കണ്ടായിരുന്നു. പക്ഷെ ആ കണ്ട ഇൻ്റർവ്യൂസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇൻ്റർവ്യൂസ് ആയിരുന്നു. കാരണം അങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും എനിക്ക് അങ്ങനെ കാണാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. പക്ഷെ ഇവരുടെ ഇൻ്റർവ്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി ചിരിക്കാനും അതൊരു ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ, ഒരുപാട് കെട്ടിപ്പൂട്ടി പറയാത്ത രീതിയിൽ എനിക്ക് തോന്നിയപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഞാൻ ഒരുപാട് വേറെ ഉണ്ടോ എന്ന് നോക്കിയ ഒരു ഇൻ്റർവ്യൂ ആണ് ഈ ബേസലിൻ്റെയും അതേപോലെ തന്നെ നസ്രിയുടെയും ഇൻ്റർവ്യൂ. ജിയ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അല്ലേ? പക്ഷെ ഞാനങ്ങനെ ഇൻ്റർവ്യൂ കാണുന്ന കൂട്ടത്തില്ല. പക്ഷെ ഇതെനിക്ക് ഇവരുടെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ സിനിമയെ പറ്റിയുള്ള മറ്റാരുടെയും റിവ്യൂസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് പോകുന്നു, കാണുന്നു, എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന് പടം. പിന്നെ ഞാൻ എൻ്റെ റിവ്യൂ എന്നുള്ള രീതിയിലല്ല കേട്ടോ പറയണേ. ജസ്റ്റ് ഒരു നോർമൽ ഒരു പേഴ്സൺ എങ്ങനെ ഒരു പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ എന്തായാലും പറയും. നമ്മൾ ഏകദേശം മോളെത്തിയപ്പോൾ ഇതാണ് റിക്കാട്ട് മോള് കാണാൻ പറ്റില്ല. ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പുറത്ത് നല്ല കാറ്റുണ്ട്, പക്ഷേ നല്ല ചൂടും ഉണ്ട് കേട്ടോ. നന്നായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് പാർക്കിംഗ് ഇവിടെ പാർക്ക് ചെയ്യാം അല്ലേ? പക്ഷെ ഇന്ന് അല്ല, ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. കാരണം പടത്തിന് വരുമ്പോൾ എപ്പോഴും പാർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, ശ്രദ്ധിച്ച് പാർക്ക് ചെയ്യണം. നമ്മൾ മാക്സിമം ഇവിടെ ഒരു കാർ വാഷ് ഉണ്ടാകും. അപ്പോൾ ആ കാർ വാഷിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നമ്മൾ പാർക്ക് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് 9 മണിയാകുമ്പോൾ മാക്സിമം ഒരു വിധം ഗേറ്റുകളെല്ലാം അടയ്ക്കും. പിന്നെ നമുക്ക് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചുറ്റിക്കറങ്ങി വരേണ്ടി വരും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഇടാറ്. നമുക്കിതാ ഇവിടെ ഒരു സ്പോട്ടുണ്ട്, അവിടെ അങ്ങ് തട്ടാം. അതാ പില്ലറിൻ്റെ അവിടെ ഇടാം അല്ലേ? ഇതാ ഇവിടെ ഇടാം. ഇതാ ഇതിൻ്റെ അപ്പുറത്ത് ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോൾഡൻ അവർ. നല്ല ആകാശമൊക്കെ നല്ല ചൊകാന്ന് തുടുത്തായിരിക്കുന്നത്. എനിവേ നമുക്കിപ്പോൾ അത് കാണാൻ പോകാൻ പറ്റില്ല. കണ്ടു ആക്ച്വലി ജോൺ നോക്കി കിടക്കണേ. ആക്ച്വലി നമുക്ക് സമ്മറിൽ ഒത്തിരി ഗോൾഡൻ അവേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഗോൾഡൻ അവേഴ്സ് കാണാൻ നമുക്ക് പോവാം. മലയുടെ മേളിൽ പോയിട്ട് ഗോൾഡൻ അവേഴ്സ് കാണാം. ഏതാണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറയണ പോലെയാണ് നമുക്കൊരു ദിവസം കാണാൻ പോകാം. നിങ്ങളോട് പറയണത് കണ്ടോ, അത്രയും കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിടിക്കാം, വാ. എടുക്കില്ല, അപ്പോൾ പിടിക്കാം, വാ. 1 2
3, jump. Yeah, that's all. ഇതാണ് നമ്മുടെ സിനിമാസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിക്കാർട്ടൺ മാളിലെ ഹോയ്റ്റ്സിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറിയ സ്ക്രീനാണ് നമുക്ക് ഈ മലയാളം മൂവിക്ക് കിട്ടിയിരിക്കുന്നത്. അതെ, നമ്മുടെ ആരാത്? അതെ, ഞാൻ മാത്രം. അതിനെന്ത്? ഓക്കെ. ഇതാ അപ്പോൾ നമ്മുടെ ഇപ്പം വേറെ ഫ്രണ്ട്സും കൂടി ഉണ്ട്. എന്താ പേര്? കാൽവിൻ. ഹൈഡൻ. ഇവരുടെ പേരൊക്കെ ഞാൻ 3-4ാമത്തെ വട്ടം കണ്ട ഞാൻ ചോദിച്ചു വെക്കുന്നത്, പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നെ ഇത് ശാന്തികൃഷ്ണ. അതെ, ഞങ്ങൾ ശാന്തി എന്നൊക്കെ വിളിക്കും. പിന്നെ അശാന്തിയാണ്, പക്ഷെ എന്നാലും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക സ്ക്രീൻ. വളരെ സ്ക്രീനും ചെറുതാണ്, അതേമാതിരി തന്നെ സീറ്റിംഗ് കപ്പാസിറ്റിയും വളരെ കുറവാണ്. നമ്പർ ഓഫ് സീറ്റ്സ് അറിയത്തില്ല. ഇവിടെയുള്ള ഏറ്റവും ചെറിയൊരു എന്താ പറയുക സ്ക്രീൻ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? ജെന്യൂൻ റിവ്യൂ. കുഴപ്പമില്ല. നല്ല സിനിമയല്ലായിരുന്നു. ജിക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞാൻ വെറുതെ ചോദിക്കുന്നതെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു പടം? മാത്രം ടോട്ടൽ ഓക്കെ. നീ പറഞ്ഞില്ല, പറ. പടം ജെന്യൂൻ ആയിട്ടൊരു റിവ്യൂ പറഞ്ഞത്. ഒരു കാര്യം, തിയേറ്റർ നല്ലതായിരുന്നോ? തിയേറ്റർ നമ്മൾ ഇച്ചിരി ഉറക്കെ പറ. ഞങ്ങളൊരു വലിയ തിയേറ്റർ സത്യമായിട്ട് പ്രതീക്ഷിച്ചു. കാരണം ആവേശം പ്രമേയമൊക്കെ എക്സ്ട്രീമിൽ വന്നുകൊണ്ട് ഇതും നാട്ടില് അതും പോസ്റ്റ്പോൺ ചെയ്താൽ റിലീസായത്. ഞാൻ ആക്ച്വലി ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ട്രെയിലർ തൊട്ട് ന്യൂസിലാൻഡിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവർ ഓൾറെഡി നമ്മുടെ നാട്ടിലിറങ്ങുമ്പോൾ തന്നെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇറക്കിയത്. പക്ഷെ അത് പിന്നെ എന്താണ് അതും ഡിലേ ആയി. എന്തോ വേറൊരു മലയാളം മൂവി ഇറങ്ങി, എന്നിട്ടൊരു കൂതറ തിയേറ്ററിൽ കൊണ്ടുവച്ചു. അതും ഡിലേ ആവട്ടെ. ഡിലേ ആയിട്ട് ഞങ്ങളോടത്ത് വലിയ സ്ക്രീനാണ്. ഇത് ഹൗസ്ഫുൾ ആയിരുന്നു. ചിലവർക്ക് ടിക്കറ്റും കൂടി കിട്ടിയിട്ടില്ല. എന്നിട്ട് കൊണ്ട് വെച്ചിട്ട് ചെറിയ തിയേറ്ററിൽ പക്ഷെ എന്നാലും ഉള്ളായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളം മൂവീസ് മാത്രം ബാക്കി, അതായത് നോർത്ത് ഇന്ത്യൻ മൂവീസ് അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജിലുള്ള മൂവീസൊക്കെ ഏറ്റവും നല്ല ടോപ്പ് തിയേറ്റേഴ്സിൽ, ഈവൻ ഹിന്ദി മൂവീസൊക്കെ റിലീസ് ചെയ്യുന്നത് നോർത്ത് അവിടെയൊക്കെ റിലീസാവുന്നുണ്ട്. ഈ പടമൊക്കെ റിലീസായ തിയേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശോകമാണ്. ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വളരെ ശോകമായിട്ടുള്ള, എന്താ പറയുക, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിൻ്റെ മൂവി ഒക്കെയാണെങ്കിൽ നമ്മളൊരു 45 മിനിറ്റ്സ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ എടുത്തു തുടങ്ങും. ഇത് അതുകൊണ്ട്, അതായത് ഇങ്ങനത്തെ ഒരു തിയേറ്ററിലായതുകൊണ്ട് തന്നെ പലരും വെറുതെ എന്തിനാ അവിടെ പോയിരുന്ന് കാണണേ, ഇനി ടി വിയിലങ്ങ് വരുമ്പോൾ വീട്ടിലൊക്കെ അതിനേക്കാളും സെറ്റപ്പായിട്ടാണ് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ദയവേത് നിങ്ങൾ ഇങ്ങനത്തെ പടങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പടങ്ങളെന്നല്ല, മലയാളം മൂവീസൊക്കെ ഇവിടെ വരുമ്പോൾ അത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു തിയേറ്ററിൽ, ഈവൻ 2 ദിവസം 3 ദിവസം കളിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നല്ലൊരു തിയേറ്ററിൽ വയ്ക്കുക. അതായത് ഇരുന്ന് കാണുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഫീലിങ്ങും അതിൻ്റെ ഒരു ഗുണം കൂട്ടണം. അത് കംഫർട്ടായിട്ടിരുന്ന് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോർത്ത് ലാൻഡ് തിയേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഹിന്ദി മൂവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ള ലാംഗ്വേജിലുള്ള മൂവീസൊക്കെ അവിടെ ഒരുപാട് റിലീസാവുന്നുണ്ട്. ബട്ട് മലയാളം മൂവീസ് എപ്പോഴും റിലീസാവുന്ന ഇവിടെയായിരിക്കും. അതിൽ ഏറ്റവും ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു സ്ക്രീനായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്ന് നോക്കുക. നിങ്ങൾ ഫിലിം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇത് ഏതാണ്ടും നമുക്ക് ഈ മലയാളികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മലയാളം മൂവീസിന് മാത്രം വേണ്ടി വച്ചേക്കുന്ന ഒരു സ്ക്രീൻ പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഏറ്റവും ലോ ക്ലാസ് ആയിട്ടുള്ള സെറ്റപ്പിലുള്ള ഒരു ബോക്സ് അത് നമുക്ക്, ബാക്കി എല്ലായിടത്തും ബാക്കിയുള്ള പടങ്ങൾ കളിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഫെയർ. ഓക്കെ, അപ്പോൾ എന്തായാലും പടം കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ജോക്കുട്ടൻ നല്ല ഉറക്കമായി. പടം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അടിപൊളി പടമാണ്.
ഓൺലി നമുക്ക് സ്ക്രീൻ അത്ര പോരായിരുന്നു എന്നുള്ള അതിൽ മാത്രം സാറ്റിസ്ഫൈഡ് അല്ല. ബാക്കി പടം അടിപൊളി പടമാണ്, മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.